ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അവിടെ വന്നിട്ടുള്ളത് ഒരു കിഡിലിന് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. ഇത് നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കുക, അത്രയ്ക്ക് ടേസ്റ്റാണ്, വെറുതെ പറയല്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അധികം കരിഞ്ഞു പോകരുത്, അപ്പോൾ ഈ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചസാര ഒന്ന് ലൈറ്റ് ബ്രൗണിഷ് കളറായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ തന്നെ 1 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഈ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒഴിക്കുന്ന സമയത്ത് ഇതൊന്ന് കട്ട പിടിച്ച പോലെ തോന്നും, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഈ പാലൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക് മെൽട്ട് ആയിക്കോളും. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോവും. ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിൽ ഒട്ടും മധുരമില്ല, അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന വിപ്പിംഗ് ക്രീമിൽ മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായി മെൽട്ടായി വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു നുള്ളു മതിയാകും. അടുത്തതായി നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അമുലിന്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ml 2 പാക്കറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മെഷർമെന്റ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കണം, എങ്കിലേ കറക്റ്റായി ഐസ്ക്രീം സെറ്റ് ചെയ്ത് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബൗളിലേക്കാണ് മാറ്റുന്നത്. നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ഇത് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ. ഞാനിവിടെ ഐസ്ക്രീമിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരല്പം കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ മേലെ ഐസ് ക്രിസ്റ്റൽസ് വരും. അതുകൊണ്ട് ഇതുപോലെ കവർ ചെയ്ത ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇനി ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. നോർമലി എല്ലാ ഐസ്ക്രീമും ഒരു 8 മണിക്കൂർ വെച്ചാലാണ് കറക്റ്റായിട്ട് സെറ്റായി കിട്ടാം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാനും പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്